ഇറാനെതിരെ ഏകപക്ഷീയമായി ഇസ്രായേലും അമേരിക്കയും സംയുക്തമായി നടത്തുന്ന ആക്രമണം 4ാം നാളിലേക്ക് കടക്കുമ്പോഴും സംഘർഷാവസ്ഥ തുടരുകയാണ്. യുദ്ധം വ്യാപിക്കുന്ന അവസ്ഥയാണ് കാണുന്നത്. ഇസ്രായേൽ ലെബനാനിൽ കരയാക്രമണവും ആരംഭിച്ചിട്ടുണ്ട്. ലെബനാൻ ഭൂമി പിടിച്ചെടുത്തു. ഹിസ്ബുള്ളയെ അമർച്ച ചെയ്യുകയാണ് സൈനിക നടപടിയുടെ ലക്ഷ്യം വെക്കുന്നതെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി അറിയിച്ചു. US ഇസ്രായേൽ ആക്രമണത്തിൽ ഇറാനിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 780 ഇറാനിലെ നദാൻസ് ആണവ നിലയത്തിന്റെ പ്രവേശന ഭാഗത്ത് കേടുപാടുകൾ പറ്റിയെന്ന് IAEA സ്ഥിരീകരിച്ചു. മധ്യ ഇസ്രായേലിൽ വീണ്ടും ഇറാന്റെ മിസൈൽ ആക്രമണമുണ്ടായി. ആരുമായും ഇനി ചർച്ചയ്ക്കില്ലെന്ന് ഇറാൻ ആവർത്തിച്ചു. BK സുഹൈലും MCA നാസറും വിശദാംശങ്ങളുമായി. സുഹൈലിലേക്ക് ആദ്യം. സുഹൈൽ, ഇന്നിപ്പോൾ ഈ ആക്രമണം തുടങ്ങിയതിന് ശേഷം 4ാം ദിവസമാണ്. മറ്റൊരു പകൽ കൂടി പിന്നിടുമ്പോൾ ഈ ആക്രമണത്തിന്റെ ഗതി, അതിന്റെ സ്വഭാവം, അതിലെന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ? ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചയ്ക്കോ സമാധാന നീക്കങ്ങൾക്കോ വഴിയൊരുങ്ങുന്ന മട്ടുണ്ടോ? ഇന്നിപ്പോൾ ഈ പകലിൽ എന്തൊക്കെയാണ് സംഭവിച്ചത് സുഹൈൽ? സൈഫുദ്ദീൻ, ഈ യുദ്ധം അതിൻ്റെ മൂർധന്യതയിലേക്ക് പോകുന്ന കാഴ്ചയാണ് 4ാം ദിവസം നമ്മൾ കാണുന്നത്. അതിലേറ്റവും പുതിയ വാർത്ത എന്ന് പറയുന്നത് ലബനാനിൽ ഒരു കരയാക്രമണം തുടങ്ങിയിരിക്കുകയാണ് ഇസ്രായേൽ സേന എന്നുള്ളതാണ്. ഇറാന്റെ കൂടെ തന്നെ മറ്റൊരു പ്രധാന യുദ്ധഭൂമിയായി ലബനാൻ മാറുന്നു. ഹിസ്ബുള്ള ഹാംനായുടെ വധത്തിന് ശേഷം നടന്ന ഒരു ആക്രമണം ഇസ്രായേലിന് നേരെ തൊടുത്തുവിട്ടതിന് ശേഷമാണ് വലിയ പ്രത്യാക്രമണവുമായി ഇസ്രായേൽ വരുന്നത്. ഇസ്രായേൽ ഈ ലബനാനിലെ പല പ്രദേശങ്ങളിലേക്കും കടന്നു കയറിയിരിക്കുന്നു. നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് അവിടെയും മരണസംഖ്യ ഉയരുകയാണ് എന്നുള്ളതാണ്. ഇസ്രായേലി സേന നേരിട്ട് കരസേന അവിടേക്ക് കടക്കുന്നു എന്ന് പറയുമ്പോൾ വലിയൊരു യുദ്ധക്കളമായി മാറുകയാണ്. നമുക്ക് കൂട്ടപ്പലായനത്തിൻ്റെ ദൃശ്യങ്ങൾ ലബനാനിൽ നിന്ന് നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നു. അവിടെ നിരവധി പേർ, ഇന്നലെ തന്നെ 31 പേർ കൊല്ലപ്പെട്ടിരുന്നു. ഇന്ന് ആ മരണസംഖ്യ എത്രയായി എന്നറിയാൻ കുറച്ച് സമയം കൂടി നമ്മൾ കാത്തിരിക്കേണ്ടി വരും. അതോടൊപ്പം നമ്മൾ അറിയേണ്ടത് ഈ നിലവിലുള്ള ഈ ഹിസ്ബുള്ളയുടെ ആക്രമണത്തിന് ഒരു പ്രതിരോധം എന്ന നിലയ്ക്ക് അവിടെ ലബനാനിൽ ഹിസ്ബുള്ളയെ നിരോധിക്കും, അവരുടെ സൈനിക പ്രവർത്തനങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കും, അതിന് ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് ലബനാൻ സർക്കാർ പറയുന്നുണ്ട്. നമുക്കറിയാം, ലബനാനിൽ ഒരു ഭാഗം ലബനാനിലെ സംയുക്ത സർക്കാരിൻ്റെയും മറുഭാഗത്ത് ഹിസ്ബുള്ളയുടെയും നിയന്ത്രണത്തിലാണ് എന്ന് നമുക്കറിയാം. ആ പൂർണ്ണമായും ഇനി ലബനാനിൽ ഒരിക്കലും ഹിസ്ബുള്ളയുടെ പ്രവർത്തനങ്ങൾ അംഗീകരിക്കില്ല എന്ന നിലപാടിലേക്ക് പോവുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇസ്രായേലിലേക്ക് വീണ്ടും ഇറാന്റെ ആക്രമണം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. ഈ ആക്രമണം പ്രതിരോധിക്കുവാനുള്ള ശ്രമങ്ങളെല്ലാം അവർ നടത്തിയെന്ന് പറയുമ്പോഴും വളരെ പ്രധാനപ്പെട്ട അറ്റാക്കുകൾ മാത്രമാണ് ഇസ്രായേലി മാധ്യമങ്ങൾ അവിടെ നടക്കുന്നത് റിപ്പോർട്ട് ചെയ്യാറുള്ളൂ. മറ്റുള്ളതൊന്നും റിപ്പോർട്ട് ചെയ്യരുത്, അത് അംഗീകരിക്കാൻ പാടില്ല എന്ന നിലപാടിലാണ് ഇസ്രായേലി സർക്കാർ ഉള്ളത്. പക്ഷേ ഇപ്പോൾ നടക്കുന്ന ആക്രമണത്തെ അവർ കാണുന്നു. ഈ എത്രത്തോളം കാഷ്വാലിറ്റീസ് ഉണ്ടായിട്ടുണ്ട് എന്നറിയണമെങ്കിൽ നമുക്ക് കുറച്ച് സമയം കൂടി കാത്തിരിക്കേണ്ടി വരും. ഏതായിരുന്നാലും ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഇനി ഒരിക്കലും ഒരു ചർച്ചയ്ക്കില്ല എന്ന് ഇറാന്റെ വിദേശകാര്യമന്ത്രി അറിയിക്കുകയാണ്. അപ്പോൾ വലിയ ആക്രമണത്തിലേക്ക് തന്നെ വീണ്ടും പോകും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്നത്തെ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് അമേരിക്ക ഒരുങ്ങി തന്നെ മുന്നോട്ട് പോവുകയാണ് എന്നുള്ളതാണ്. അതിലേക്ക് സൂചന നൽകുന്ന 1-2 കാര്യങ്ങളുണ്ടായി. അതിൽ ഒന്നാമത്തേത്, പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് 14 രാജ്യങ്ങളിൽ നിന്ന് അമേരിക്കൻ പൗരന്മാർ പൂർണ്ണമായും എത്രയും പെട്ടെന്ന് കഴിയാവുന്നത്ര വേഗത്തിൽ പുറത്തേക്ക് പോകണം എന്ന് അമേരിക്ക അറിയിക്കുകയാണ്. അതിൽ GCC രാഷ്ട്രങ്ങളുണ്ട്, സൗദി, അതേപോലെ തന്നെ UAE, ഖത്തർ ഉൾപ്പെടെയുള്ള എല്ലാ GCC രാഷ്ട്രങ്ങളുമുണ്ട്. ഇസ്രായേലിൽ നിന്നും അതേപോലെ തന്നെ ഈജിപ്തിൽ നിന്നും, അതായത് പശ്ചിമേഷ്യയിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങളിൽ നിന്നെല്ലാം എല്ലാ US പൗരന്മാരും വളരെ പെട്ടെന്ന് പുറത്തേക്ക് പോകണം, അവരുടെ സ്വന്തം രാജ്യത്തേക്ക് മടങ്ങണം എന്നറിയിക്കുകയാണ്. അതിൻ്റെ അർത്ഥം വരും ദിവസങ്ങളിൽ യുദ്ധം കനക്കും എന്ന് തന്നെയാണ്. മറ്റൊരു കാര്യം, ഇന്ധനം നിറയ്ക്കുന്ന, അതായത് ആകാശത്ത് വെച്ച് ഇന്ധനം നിറയ്ക്കുന്ന എയർക്രാഫ്റ്റുകൾ, യുദ്ധവിമാനങ്ങൾ കൂടുതൽ ഈ മേഖലയിലേക്ക് അമേരിക്ക വിന്യസിക്കുകയാണ്. അതിൻ്റെ അർത്ഥം കുറച്ചു കാലത്തേക്കുള്ള ഇന്ധനം മാത്രമാണ് പൊതുവെ ഈ യുദ്ധവിമാനങ്ങളിൽ ഉണ്ടാവുക. അതേപോലെ തന്നെ യുദ്ധക്കപ്പലുകളിലും അവർ ശേഖരിച്ചു വെച്ചിട്ടുള്ള ഇന്ധനത്തിനൊരു പരിധി ഉണ്ടാകും. പക്ഷേ കൂടുതൽ യുദ്ധവിമാനങ്ങളിലേക്ക് ഇന്ധനം നിറക്കാവുന്ന വിമാനങ്ങൾ വരുന്നു എന്നതിൻ്റെ അർത്ഥം ഈ യുദ്ധം കുറേ കാലം നീണ്ടു നിൽക്കും എന്ന് തന്നെയാണ്. അത്തരം സൂചനകൾ നൽകുന്നു. യുദ്ധലക്ഷ്യങ്ങൾ നേടാതെ ഇത് അവസാനിപ്പിക്കില്ല എന്ന് ഡൊണാൾഡ് ട്രംപ് പറയുകയാണ്. വേണമെങ്കിൽ ഇറാനിലും ഒരു കരയുദ്ധം ഞങ്ങൾ നടത്തും എന്ന് ട്രംപ് പ്രഖ്യാപിക്കുകയാണ്. അപ്പോൾ എല്ലാ അർത്ഥത്തിലും ഈ യുദ്ധം വ്യാപിക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നു. ദീർഘകാലത്തേക്ക് നീണ്ടു നിൽക്കുന്ന യുദ്ധത്തിനാണ് ഇപ്പോൾ ഒരുങ്ങി പുറപ്പെട്ടിരിക്കുന്നതിന്റെ സൂചനകളാണ് ഇപ്പോൾ അമേരിക്കയും ഇസ്രായേലും നൽകുന്നത്.